കാറ്റഗറി മനുഷ്യന്മാർക്കാണ് ഈ തോട്ട് വരിക എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. ഓരോ ബഡ്ജറ്റിനനുസരിച്ച് ഓരോ ആഗ്രഹിക്കും, അപ്പോൾ ആഗ്രഹിച്ച് മൊത്തം നേടുന്നതാണ്. ഹലോ ഗായ്സ്, അപ്പോൾ ബബിൾ ബസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എന്താ പറയുക, ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഓണ്ടർപ്രൂണർ അപ്പോൾ ഇവർ എവിടുന്നാണ് ഉണ്ടാവുന്നത്, അതായത് ഈ ഒരു തോട്ട് വരണല്ലോ, അതായത് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് ഇത് നിലയ്ക്ക് എത്തണം, എനിക്ക് എന്താ പറയുക സക്സസ്ഫുൾ മാൻ ആവണം എന്നുള്ളൊരു തോട്ടൊക്കെ വരുമല്ലോ. അത് ഏത് കാറ്റഗറി മനുഷ്യന്മാർക്കാണ് ഈ തോട്ട് വരിക എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത്. പറയാൻ കാരണമൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് എനിക്കൊന്ന് പറയാൻ തോന്നി. എന്താ പറയുക, വെറുതെ വന്നപ്പോൾ എനിക്ക് മൈൻഡിൽ വന്ന് അപ്പം ഇങ്ങനെ പറയാൻ തോന്നുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൽ 4 കാറ്റഗറി മനുഷ്യന്മാരായിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു കേസാണ്, പലർക്കും പല ഇതാണ്. എൻ്റെ കേസിൽ 4 കാറ്റഗറികൾ. ഒന്ന് റിച്ച്, പിന്നെ ഒന്ന് അബവ് ആവറേജ്, ഒന്ന് ആവറേജ്, ഒന്ന് ബിലോ ആവറേജ്. ഇങ്ങനെ 4 കാറ്റഗറിയാണ് മനുഷ്യന്മാരുള്ളത്. ഈ റിച്ച് പീപ്പിൾസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല. അതായത് ഓല് എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഓല് എന്ത് തെറ്റ് ചെയ്താലും അവിടെ നിന്ന് രക്ഷിക്കാൻ ആൾക്കാരുണ്ടാവും, ഓൾക്ക് ഇഷ്ടമുള്ള മേടിക്കുക, ആ ഒരു ജീവിതം. മനസ്സിലായില്ലേ? ഓൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ തോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ അബവ് ആവറേജ് ഉണ്ട്, ആവറേജ് ഉണ്ട്, ബിലോ ആവറേജ്. ഈ ബിലോ ആവറേജിൻ്റെ കേസ് പറഞ്ഞാൽ മറ്റേ റിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കാരണം ഓല ജീവിതം ഓല തന്നെ അക്സെപ്റ്റ് ചെയ്ത പോലെ, അതായത് ഓൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റൂല, മീൻസ് പൈസ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് അറിയില്ല. കാരണം ഓൾക്കിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പോൾ ഈ പൈസ ഉണ്ടാക്കിയാൽ എന്താണ് ഉപകാരം, പൈസ എങ്ങനെ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കിയ ഒരു ജീവിതം എങ്ങനെയാണെന്ന് പോലും ഒരു കണ്ടിട്ടുണ്ടാവില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ജീവിതമാണ് ഓര്. കാരണം ഓല് ഇനിയിപ്പോൾ പൈസ ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് അറിയാൻ ഇറങ്ങിയാൽ പോലും ഓലെ എന്താ പറയുക, ഓലെ ലൈഫ് എന്താ പറയുക ഭയങ്കര പ്രശ്നത്തിലാവുന്ന ഒരു സിറ്റുവേഷൻ ആയിക്കാരം അത്. മനസ്സിലായോ? ഇനി അബവ് ആവറേജ് പറഞ്ഞാൽ എന്താ, ഒരു റിസ്ക്ലെസ് ലൈഫ്. അതായത് ഓൾക്ക് എന്താ പറയുക, ഓൾക്ക് പറ്റുന്നത് മാത്രം ആഗ്രഹിച്ച് മൊത്തം നേടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അങ്ങനത്തെ ഒരു ജീവിതം. അതായത് ഓൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. ഓൾ എന്തായാലും ഹാപ്പിയാണ്, ഒരു ഹാപ്പി ലൈഫാണ്. ഓൾക്ക് 3 നേരം ഫുഡ്, പിന്നെ റിസ്ക് ഒന്നും എടുക്കില്ല. ഓൾക്ക് അധികം കുറേ പൈസ ഉണ്ടാക്കാനും ഇതൊന്നും പറ്റില്ല. ലക്ഷറി ലൈഫ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ തന്നെ ലക്ഷറൊക്കെ ഉണ്ടാവും, പക്ഷെ ഓരോ രീതിയിൽ, അതായത് ഓരോ ബഡ്ജറ്റിനനുസരിച്ച് ഓരോ ആഗ്രഹിക്കും. അപ്പോൾ ആഗ്രഹിച്ച് മൊത്തം നേടി നടക്കുന്ന ഒരു ടീമാണ് ഈ പറഞ്ഞ അബവ് ആവറേജ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഈ ആവറേജ് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടല്ലോ, അവിടെ നിന്നാണ് ശരിക്കും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഓണ്ടർപ്രൂണർ ജനിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇവർക്ക് അറിയാം പൈസ ഇല്ലെങ്കിൽ എങ്ങനെ അയക്കാരം. കാരണം ബിലോ ആവറേജ് ആൾക്കാരെ കാണുന്നുണ്ട്. പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കേണ്ടി വരും എന്ന് എനിക്കൊരു പേടി ഉണ്ടാവും. പിന്നെ ഈ അബവ് ആവറേജും പിന്നെ ഈ റിച്ച് പീപ്പിൾസും, ഇവർ രണ്ടാളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? ഇവർ കറന്റ് നിൽക്കുന്ന ഈ ആവറേജ് സിറ്റുവേഷനിൽ ഇവർക്ക് എന്തും നഷ്ടപ്പെടുക. കാരണം ഒരു സേഫ് സോണിലല്ലായിരിക്കും. ചിലപ്പോൾ ഒരു കുടുംബനാഥം മരിച്ചു പോയാൽ ചിലപ്പോൾ ആ കുടുംബം മൊത്തം തകർന്നുകൊണ്ട് നമ്മൾ ബിലോ ആവറേജിലേക്ക് ചിലപ്പോൾ എത്തുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഇവർക്ക് സ്വപ്നമാണ് ഈ പറഞ്ഞ അബവ് ആവറേജും ഈ പറഞ്ഞ റിച്ചും. അപ്പോഴാണ് ഒരു റിച്ചിനെ കുറിച്ച് ചിന്തിക്കുക. ഇപ്പം അബവ് ആവറേജ് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ റിസ്ക് എടുക്കാത്തത്? ഓലിപ്പോൾ കരലിൽ നിൽക്കുന്ന ഒരു സേഫ് സോണിലാണ്. ഓല് അപ്പോൾ ചിലപ്പോൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ റിച്ച് ആവാൻ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ബിലോ ആവറേജ് അല്ലെങ്കിൽ എന്താ പറയുക ആവറേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ അബവ് ആവറേജ് ഇങ്ങനെ എന്താ പറയുക റിസ്ക് എടുക്കാണ്ട് ഒരു ജീവിച്ചു പോകണം. കാരണം റിസ്ക് എടുത്തില്ല, അവർ നോർമലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്കൊന്നുമില്ല, അവർക്ക് അടിപൊളിയായിട്ട് ജീവിച്ചിക്കൊണ്ട് മരിച്ചു പോവാം. മനസ്സിലായോ? അപ്പോൾ ഈ ബിലോ ആവറേജ് അല്ലെങ്കിൽ ആവറേജ് പീപ്പിൾസ് ഇല്ലേ, ഈ ആവറേജ് പീപ്പിൾസ് എന്നാണ് ഒരു ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു തോട്ടൊക്കെ ജനിക്കുന്നത്. മനസ്സിലായോ? കാരണം അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവർ വെറുതെ ഇരുന്നാലും ചിലപ്പോൾ ഇവിടുന്ന് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അവർക്ക് എന്തായാലും ഒന്നും നേടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു തോട്ടത്തിനെ കുറിച്ച് അന്വേഷിക്കാനും പൈസ എങ്ങനെ ഉണ്ടാക്കും, എന്താ പറയുക ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ എന്താ പറയുക മീൻസ് പ്രയത്നിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനെന്ന് തോന്നി. അപ്പോൾ അക്കൗണ്ട് അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക, മറക്കരുത്. ഓക്കെ, 50 സബ്സ്ക്രൈബർ കൂടി വേണം നമുക്ക് 500 ആവണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യട്ടോ. ഓക്കെ.